ഹായ് കൂട്ടുകാരെ, ഇന്നൊരു നാടൻ മീൻകറി വെക്കാൻ പോവാണ്. അതെങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ച് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്തു ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് കോക്കോലമത്തിയാണ്. അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് തേങ്ങ ചേർത്ത് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പം പച്ചമുളക് കീറിയിട്ടു. ഞാൻ കോക്കോലമത്തിയാണ് കിട്ടിയേക്കുന്നത്. മത്തിയിലേക്ക് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. നല്ല രുചിയുള്ളൊരു മീനാണ് കേട്ടോ. ഞാനത് തേങ്ങ അരച്ച് കറി വെക്കും. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ചുമന്നുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഇളക്കാം. ഞാനത് തേങ്ങ അരച്ച് കറിയാണ് വെക്കുന്നത്. കോക്കോലമത്തി തേങ്ങ അരച്ച് കറി വെക്കുന്ന സൂപ്പറാണ്. അങ്ങനെ ആ മീനിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുത്തു. ഞാൻ പച്ചമുളകും ചേർത്തായിരുന്നു, കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് ചേർക്കാം. അങ്ങനെ ചേർത്ത് ഇളക്കി കൊടുത്തു. ആവശ്യമായ പുളി ഇട്ട് കൊടുക്കണം. പിന്നെ അത് അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് കടുക് താളിക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിയാപ്പലയും ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. എല്ലാ കൂട്ടുകാരും സുനു വ്ളോഗ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, അങ്ങനെ നമുക്കത് വഴറ്റിയെടുക്കാം. വഴറ്റിയ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച പൊടി ഇട്ട് കൊടുത്ത് അങ്ങനെ അത് ഇളക്കിയെടുക്കാം. വറ്റൽമുളക് പൊടിയാണ്, അത് ഒന്നിച്ച് ഇളക്കി മൂത്ത് വരുമ്പോൾ വെന്ത കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 20 മിനിറ്റ് മതി മീൻകറി വേകാൻ. അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് സ്വാദിഷ്ടമായ കോക്കോലമത്തി കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.